നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം തിലാനൂർ UP സ്കൂളിൽ വെച്ച് നടന്നു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാരംഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ എന്നെ ആകർഷിച്ച ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല ബാലനടനുള്ള ഒരു അവാർഡ് നേടിയിരിക്കുന്നത് മലയാളിയാണെന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ലക്കാരനാണ്, ചെറുപുഴക്കാരനാണ് ആ കുട്ടി എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഈ വർഷത്തെ ബാലനടനുള്ള ദേശീയ പുരസ്കാരം നേടിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു കുട്ടിയാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. 25 ലക്ഷത്തിൽ പരം കുട്ടികൾ എഴുതിയ നീറ്റ് എക്സാമിനേഷനിൽ 6 വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മാർക്കും വാങ്ങി ജയിച്ച 6 പേരിൽ ഒരു കുട്ടി കണ്ണൂരിലെ കോർപ്പറേഷനിൽപ്പെട്ട ഒരു കുട്ടിയാണ് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം എന്ന് ഞാൻ ആശങ്കിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ന് ഞാൻ ഉത്കണ്ഠപ്പെടുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അഭിനയകലയിൽ, പഠനത്തിൽ മികവാർന്ന SN കോളേജിലെ ഒരു കുട്ടിക്ക് 1,13,00,000 രൂപയാണ് തലശ്ശേരിയിലെ ഒരു പോലീസുകാരന്റെ മകൾക്കാണ് ഈ വർഷം MSc കഴിഞ്ഞ് MSc കെമിസ്ട്രി പൂർത്തിയാക്കി കുട്ടിക്ക് അമേരിക്കയിലെ സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുന്നത്. 1,13,00,000 രൂപയുടെ സ്കോളർഷിപ്പ് നേടിയിരിക്കുന്നത് കണ്ണൂരിലെ SN കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ KP രജനി അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ OC പ്രസന്നകുമാരി പദ്ധതി വിശദീകരണം നടത്തി. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനായ ബാബു മണ്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി. BPC KC സുധീർ, ഡയറ്റ് ഫാക്കൽറ്റി A ഷജീവ്, ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി TK പ്രദീപൻ, സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KK ബൽറാം, PTA പ്രസിഡന്റ് P വിജയലക്ഷ്മി, വിദ്യാരംഗം ജില്ലാ പ്രതിനിധി CP അഭിലാഷ്, അധ്യാപക സംഘടനാ പ്രതിനിധികളായ UK ബാലചന്ദ്രൻ, ഭൂപേഷ്, O ബിജു, MM ഹബീബ്, AP ബഷീർ, P ഫരീദ്, M സുഷിന എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഹെഡ് മാസ്റ്റർ രാജിത് കുളവയൽ സ്വാഗതവും K വിജയശ്രീ കൃതജ്ഞതയും പറഞ്ഞു. തുടർന്ന് കഥാരചന, കവിതാരചന, ചിത്രരചന, പുസ്തകാസ്വാദനം, അഭിനയം, നാടൻപാട്ട്, കാവ്യാലാപനം എന്നിവയുടെ ശില്പശാലകൾ അരങ്ങേറി. അമൃതം തളിച്ച പോലെ തരണവിലോലം നിൻകാലൊച്ച കേട്ടു ഞാൻ അറിയാതെ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.